ഗൈസ്, മൈ ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് തലശ്ശേരിയാണുള്ളത്. നമ്മൾ തലശ്ശേരിയിൽ കുറച്ച് ഷോപ്പുകൾ കയറണം, അതുപോലെ തലശ്ശേരി ചുറ്റിക്കാണണം. വലിയ പരിപാടികളൊന്നുമില്ല. തലശ്ശേരി കുറച്ച് നേരം ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ കണ്ണൂരിലേക്ക് പോകും. കണ്ണൂരിൽ നിന്ന് നേരെ പിന്നെ നമ്മൾ വയനാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, ലഗേജസ്, പ്രൊഡക്ട്സ്, സാധനങ്ങളൊക്കെ ആയിട്ട് ഞാനിതങ്ങനെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ തലശ്ശേരി 2-3 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, അവരെ കണ്ട് സംസാരിച്ച് അത് നേരെ ഞാൻ പോവും. അപ്പോൾ ബാക്കി വഴിയിൽ കാണാം. ഓക്കെ. സിട്രോണിലാണ് പോകുന്നത്, യാത്ര ചെയ്യുന്നത്. സിട്രോണിൻ്റെ EV ആണ് വണ്ടി. അപ്പോൾ ഞാനിങ്ങനെ വണ്ടിയായിട്ട് തലശ്ശേരി ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു പുരാതനമായൊരു പള്ളിയാണിത്. CSI ചർച്ച് ആണ്. നമ്മളത് എൻ്റെ ഫാദറിൻ്റെ ഒക്കെ സ്ഥലമാണിത്. ഇതാണ് CSI ചർച്ച്. പിന്നെ ഇതാണ് നമ്മൾ ടൗണിലേക്ക് എത്തിയത്. ഇവിടെ കുറേ ജ്യൂസ് ഷോപ്പുകളുണ്ട്, കാണാൻ പറ്റിയിരിക്കും. ഇതാണ് ഇവിടെയുള്ള ജ്യൂസ് ഷോപ്പ്. രാത്രി ഭയങ്കര തിരക്കാണ്. പിന്നെ അടുത്ത വർഷത്തേക്ക് വരുമ്പോഴൊക്കെ തിരക്ക് കാണിച്ചിടാം. ഏറ്റവും പഴക്കം കൂടി BM സ്കൂൾ എന്ന് പറയുന്ന സ്കൂൾ തലശ്ശേരിയുള്ള. പക്ഷെ ഇപ്പോൾ നല്ല രസമാണ് തലശ്ശേരിയിലെ കാഴ്ചകൾ. ചെറിയൊരു ടൗണ്, ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആൾക്കാർ തിരക്കുണ്ട്. ഫുഡ് ചെയ്യുന്ന ഏരിയാസാണ് കൂടുതൽ. ഫുഡീസ് എന്ന് പറഞ്ഞിട്ട് തെറ്റിപ്പോയി. ഫുഡീസ് എല്ലാം ഉള്ളത് ഫുഡുള്ള ഏരിയാസാണ്. നല്ല സീ ഫുഡ്സ് കിട്ടും ഇവിടെ. അതാണ് തലശ്ശേരി ടൗണിൻ്റെ ഒരു അവസ്ഥ. ബാക്കി ഞാൻ പറഞ്ഞുതരാം ഓരോ ഭാഗത്തേക്ക് പോകുമ്പോൾ. നമ്മളെ കൂട്ടുകാരൻ്റെ ഷോപ്പാണ്. ആളെ കാണുന്നില്ല, ആള് സൗന്ദര്യമില്ലത്. ഇത് സൈദാർ പള്ളിക്ക് പോകുന്ന വഴി. ഇത് തലശ്ശേരിയുടെ മറ്റൊരു ഭാഗമാണ്. പുതിയ ബീച്ച് ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്ത്. ഞാനിവിടെ ഇരുന്ന് പഠിച്ചത് ഓട്ടോമൊബൈൽ ITI പഠിച്ചത് ഇവിടെ ആയിരുന്നു. ഇവിടെ അന്നൊന്നും ഇങ്ങനെയല്ലായിരുന്നു. അപ്പോൾ കുറേ വണ്ടികൾ പൊളിക്കുന്നുണ്ട്, സ്ക്രാപ്പ് കടകളുണ്ട്. അതേപോലെ അങ്ങനെ നല്ല ബീച്ചിലേക്കുള്ള വഴിയാണിത് ആക്ച്വലി. ബീച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ചിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബീച്ചിൻ്റെ ഒരു സെറ്റപ്പ്. ഇവിടെ നടക്കാനുണ്ട്, നടപ്പാത, ബീച്ച്, അതുപോലെ തന്നെ ബീച്ചിലേക്കുള്ള വഴി. അങ്ങനെ നടപ്പാത ഉണ്ട്, നേരെ പോകുന്നു. പിന്നെ നല്ല വെയിലാണ്. അത് വേനൽക്കാലം അടുപ്പിച്ചതുകൊണ്ട് തോന്നുന്നു. ഭയങ്കര വെയിലാണ്, ഒരു രക്ഷയില്ല. ചൂട് ഭയങ്കരമായിട്ട്. ക്ലൈമറ്റ് വേരിയേഷൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഈ ഇൻഫെക്ഷൻ പോകുന്നില്ല. സംഭവം നല്ല രസമാണ് യാത്ര ചെയ്യാൻ. പക്ഷെ നമ്മളിപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ ക്ലൈമറ്റുകളാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മാനുഫാക്ചറിങ് കമ്പനി പാലക്കാടാണുള്ളത്. പാലക്കാട് എന്നുള്ള കമ്പനിയിൽ നിന്ന് സാധനം പാക്ക് ചെയ്ത് ഞങ്ങൾ 2 ആൾക്കാർ കൂട്ടാണ് പാക്ക് ചെയ്യണത്. ഈ പാക്ക് ചെയ്ത സാധനം ഞങ്ങൾ ബോക്സിലാക്കി, ബണ്ടിൽ ചെയ്ത് ബോക്സിലാക്കി സെറ്റ് ചെയ്ത് കാസർഗോഡ് കാഞ്ഞങ്ങാട് വരെയാണ് റൂട്ട് വരുന്നത്. അതായത് പാലക്കാട്, പെരിന്തൽമണ്ണ, അതുപോലെ തന്നെ മലപ്പുറം, ഈ സ്ഥലങ്ങളിലാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഞാൻ സപ്ലൈ ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെഹിക്കിൾസൊക്കെ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കോമ്പൗണ്ട്സ്, അതായത് ഇൻറ്റീരിയറിൻ്റെ അകത്തും എക്സ്റ്റീരിയറിലായിട്ടുള്ള സാധനങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റിയ പാർട്സാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതത് ആക്സറീസുകളിലേക്ക് സപ്ലൈ ചെയ്യുക. ഞാൻ അടുത്ത ഒരു കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ പ്രൊഡക്ട്സൊക്കെ കാണിച്ചു തരാം. പിന്നെ തലശ്ശേരി ആക്ച്വലി എൻ്റെ ഫാദറിൻ്റെ ഹോം ടൗൺ ആണ്. അപ്പോൾ തലശ്ശേരി ഞാൻ തറവാട്ടിൽ നിൽക്കും. തറവാട്ടിൽ നിന്നാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയത്. അതുപോലെ തന്നെ തലശ്ശേരി നേരെ കണ്ണൂർ നേരെ പയ്യന്നൂർ നേരെ പിന്നെ കാഞ്ഞങ്ങാട് വരെയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ വിളിച്ചപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ച സാധനങ്ങളൊക്കെ ബാക്കിയുണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ കണ്ണൂർ വരേക്കും പോലുണ്ടാവുള്ളൂ. നമുക്ക് യാത്ര ഇരിട്ടി വഴി നമുക്ക് വയനാട്ടിലേക്ക് യാത്ര തുടങ്ങാം. മാനന്തവാടി വഴിയാണ് വയനാട്ടിലേക്ക് എത്തുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമുക്കിനി ബാക്കി ഞാൻ പോകുന്ന ഷോപ്പുകളുടെ വീഡിയോസ് കാണിച്ചു തരാം.
നമ്മളിവിടെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്, ബൈക്ക് ആക്സറീസ് കാണിച്ചു തരാം. ഇവിടുത്തെ പെയിൻറ്റിങ്സ് ആണ്, നല്ല രസമുള്ള പെയിൻറ്റിങ്സ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഉൾഭാഗങ്ങളിലേക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. അതായത് പഴയ ബിൽഡിങ്ങുകളാണ്. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പഴയ ബിൽഡിംഗ് ആണ്. ഇവിടെ ഒരു ബിൽഡിങ്ങിലാണ് നമ്മൾ ക്ലബ് 46 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്. ഇതാണ് ഷോപ്പ്. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് സാധനം വെക്കാൻ വേണ്ടി വന്നതാണ്. ഉള്ള വണ്ടി ഇതാണ്. സാധനം സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഹെൽമെറ്റ് ക്ലീനറാണ് വേണ്ടത്. നമ്മുടെ പ്രൊഡക്ട്സിൽ എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് ക്ലീനേഴ്സ്. ഇപ്പോൾ ആ കാലങ്കോലായി കിടക്കുകയാണ്. ഒരു പെണ്ണുള്ള ഹെൽമെറ്റ് ക്ലീനറും വണ്ടിയിൽ ഇൻറ്റീരിയർ ക്ലീനറാണ് നമ്മൾ പ്രൊഡക്റ്റ്. അതായത് വണ്ടീൻ്റെ ഉള്ളിലേക്കുള്ള ചെറിയ, അതായത് ഫൈബർ പാർട്സിൻ്റെ മുകളിലും റബ്ബർ ഇൻറ്റീരിയറിൽ ഡാഷ്ബോർഡ് കാര്യത്തെ ക്ലീൻ ചെയ്യുന്ന സംഭവം. ഇത് ഹെൽമെറ്റ് ക്ലീനറാണ്. അതുപോലെ തന്നെ ഹെൽമെറ്റ് ക്ലീനർ, ഗ്ലവ്, ഹെൽമെറ്റ്, ജാക്കറ്റ് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഇത് കൊടുത്തു തരാം. ഇതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പ്, ക്ലബ് 46 എന്നാണ് പേര്. ഇവിടെ എല്ലാ ഒരുവിധ ആക്സറീസും സാധനങ്ങളെല്ലാം ഉണ്ടാവും ബൈക്കിൻ്റെ. ഇതാണ് അതിൻ്റെ ആള്. ആക്കൊരു സാധനം കൊടുക്കണം. ഇതാണ് നമ്മുടെ ഷോപ്പ്. എല്ലാ സാധനങ്ങളുണ്ട്. യെസ്, പെപ്പറില്ല. വർക്ക്ഷോപ്പ്. എല്ലാ വണ്ടികളും മോഡിഫൈ ചെയ്യും. ആക്സറീസ് കിറ്റ് തലശ്ശേരിയാണ് വരുന്നത്. ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് നേരെ ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് പോവാണ്. ഫ്രോഡാണ്. ഏകദേശം പ്രോപ്പർട്ടിയിലേക്ക് എത്താനായിട്ടുണ്ട്. ദൂരെ കാണുന്നുണ്ടാവും, ദൂരെ ലൈറ്റ്, അതാണ് പ്രോപ്പർട്ടി. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ ഏകദേശം 134. ഞാനൊന്ന് പരമരത്തിന് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിങ്ങനെ ഒരു 10-20 കിലോമീറ്റർ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി. കുന്നംപറ്റയാണ് സ്ഥലം, അതായത് മേപ്പാടിക്ക് പോകുന്ന വഴി. വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ചെമ്പ്ര പീക്കിന് തൊട്ട് താഴത്ത്. രാവിലെ ഞാൻ അതിൻ്റെ വ്യൂസ് കാണിച്ചു തരാം. ഓക്കെ, പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ വേണ്ടി പോകുന്നു. ഇതൊരു ഹോം സ്റ്റേ ആണ്. അപ്പോൾ നമുക്കൊരു 10-15 ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് വന്ന് അടിപൊളി എൻജോയ് ചെയ്ത് പോവാം. ക്യാമ്പ് ഫയർ, ഫുഡ്, എല്ലാ സംഭവം ഉണ്ട്. ഇതാണ് പ്രോപ്പർട്ടീൻ്റെ നൈറ്റ് വ്യൂ. കൗൺസിലർ ഹെഡ്ലൈറ്റ് ഓഫാക്കാം. വളരെ ഭംഗിയുള്ള പ്രോപ്പർട്ടിയാണ്. ചുറ്റും കാട്. പ്രോപ്പർട്ടിയിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പോവാണ്. മോച്ച വാലി ഹോം സ്റ്റേ എന്നാണ് ഇതിൻ്റെ പേര്. അത് കാണാനൊരു നല്ലൊരു ആംബിയൻസ് ആണ്. വെയിറ്റ് ചെയ്യാണ് ഗേറ്റ് തുറക്കാൻ വേണ്ടി. നമ്മൾ റിസോർട്ടിൽ മോച്ച വാലിയിലാണുള്ളത്. എന്താ ക്ലൈമറ്റ്, രാവിലെ ഒരു 8 മണി ഏകദേശം എണീക്കാൻ വേണ്ടി. ട്രാവൽ ചെയ്ത ക്ഷീണമുണ്ട്. നമ്മളിതങ്ങനെ നല്ല കോടയുണ്ട് ഇവിടെ, നല്ല ക്ലൈമറ്റാണ്. പിന്നെ നല്ല പറഞ്ഞിരുന്നു നമുക്ക് ചുറ്റുഭാഗം കാണിച്ചു തരാം. അടിപൊളി സ്ഥലമാണ്, കാരണം നല്ല ക്ലൈമറ്റാണ്. വയനാട്ടിൻ്റെ വേറൊരു സൈഡ്. ഈ സൈഡിലേക്കാണ് ചെമ്പ്ര വാലി ഉള്ളത്. ഈ കോട കൊണ്ടൊന്നും കാണുന്നില്ല. ഇവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട്, അതേപോലെ തന്നെ ബാൽക്കണി. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒന്ന് സ്റ്റേ ചെയ്യാനും അടിപൊളി റിസോർട്ടാണ്. നമുക്ക് ഒന്ന് നിൽക്കാം. ഹോം സ്റ്റേ ആണ്, റിസോർട്ടല്ല. ഇത് നല്ല ക്ലൈമറ്റാണ്. ഞാൻ രാത്രി എത്തി. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വേദന കിടന്നുറങ്ങി. ഫുള്ള് കാപ്പിയാണ്. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇതാണ് പ്രോപ്പർട്ടി വരുന്നത്. അതായത് ഒരു 5 BHK ഒരു ഹോം സ്റ്റേ ആണ്.
നമുക്ക് അത്യാവശ്യം ആൾക്കാർക്ക് അക്കോമഡേറ്റ് ചെയ്യാനും അത്യാവശ്യം ഒരു പ്രോഗ്രാമൊക്കെ നടത്താൻ പറ്റിയ നല്ലൊരു ഏരിയ ഉണ്ട്. സൂര്യനിങ്ങനെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. നല്ല കോടയാണ്, നല്ല ക്ലൈമറ്റാണ് ഇവിടെ. പിന്നെ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഒരു ദിവസത്തെ മൊത്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. താങ്ക് യു.